ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ അയോധ്യ സന്ദർശിക്കും. 15,700 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. അന്താരാഷ്ട്ര ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ രാജ്യത്തിന്റെ സംസ്കാരത്തിലും വിജ്ഞാന സ്രോതസ്സുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. തനത് വ്യവസായ മേഖലകളെ ആഗോള വാണിജ്യ രംഗവുമായി ബന്ധിപ്പിക്കുന്നതിന് ഇ കോമേഴ്സ് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭൌമ ഇന്റലിജൻസ് ശേഖരണത്തിനായി അടുത്ത 5 വർഷത്തിൽ ISRO 50 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് കേരളത്തിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ അയോധ്യ സന്ദർശിക്കും. പുതുതായി നിർമ്മിച്ച അയോധ്യ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്ത നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. കൂടാതെ അമൃത് ഭാരത് ട്രെയിനുകളുടെയും വന്ദേ ഭാരത് ട്രെയിനുകളുടെയും ഫ്ളാഗ് ഓഫും ശ്രീ മോദി നിർവഹിക്കും. നിരവധി റെയിൽവേ പദ്ധതികളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. സംസ്ഥാനത്ത് 15,700 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും ശ്രീ നരേന്ദ്രമോദി തുടക്കം കുറിക്കും. ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് ദേശീയ സമ്മേളനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ബുധനാഴ്ച തുടക്കമായി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള ഭരണ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് 3 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈസ് ഓഫ് ലിവിംഗ് എന്ന പ്രമേയത്തിലൂന്നിയുള്ള സമ്മേളനത്തിന് പ്രധാനമന്ത്രി ഇന്നും അധ്യക്ഷത വഹിക്കും. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ, ചീഫ് സെക്രട്ടറിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യൻ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ അന്താരാഷ്ട്ര ബന്ധങ്ങൾ രൂപപ്പെടുത്തുന്നതിന് രാജ്യത്തിന്റെ സംസ്കാരത്തിലും വിജ്ഞാന സ്രോതസ്സുകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള സെയിന്റ് പീറ്റേഴ്സ്ബർഗ് വട്ടമേശ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. നിലവിലെ ആഗോള ഭൌമ രാഷ്ട്രീയ ചുറ്റുപാടിൽ രാജ്യങ്ങൾ പരസ്പരം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആശയവിനിമയം, പരസ്പര ബന്ധം കെട്ടിപ്പടുക്കൽ എന്നിവ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞ ജയശങ്കർ ലോകത്ത് നിലനിൽക്കുന്ന പുനഃസന്തുലിതാവസ്ഥയെക്കുറിച്ചും പ്രതിപാദിച്ചു. രാജ്യത്തിന്റെ തനത് വ്യവസായ മേഖലകളെ ആഗോള വാണിജ്യ രംഗവുമായി ബന്ധിപ്പിക്കുന്നതിന് ഇ കോമേഴ്സിന് നിർണായക സ്വാധീനമാണുള്ളതെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്കായുള്ള ഇ കോമേഴ്സ് എക്സ്പോർട്ട് ഹാൻഡ്ബുക്കിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിശദാംശങ്ങളിലേക്ക്. തുണിത്തരങ്ങൾ, കൈത്തറികൾ, കരകൌശല വസ്തുക്കൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ ആഗോള ഉപഭോക്തൃ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് ശ്രീ ഗോയൽ അഭിപ്രായപ്പെട്ടു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായങ്ങൾ, കരകൌശല തൊഴിലാളികൾ, നെയ്ത്തുകാർ, കർഷകർ എന്നിവരുൾപ്പെടുന്ന രാജ്യത്തിന്റെ വിവിധ മേഖലകളെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സ്വാഭാവിക മാർഗമായി ഇ കൊമേഴ്സ് വർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത്കാലിൽ ആഗോള വിപണിയിൽ മുന്നേറ്റം കൈവരിക്കുന്നതിന് സാങ്കേതിക വിദ്യ, ഗുണനിലവാരം, ഗ്രീൻ ലോജിസ്റ്റിക്സ്, മത്സരാധിഷ്ഠിത വാണിജ്യ അന്തരീക്ഷം സൃഷ്ടിക്കൽ, യുവാക്കളിൽ സംരംഭകത്വ മനോഭാവം വികസിപ്പിക്കൽ എന്നിവയിലൂടെ സാധിക്കുമെന്ന് ശ്രീ ഗോയൽ പറഞ്ഞു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ മികച്ച പ്രവണത ചൂണ്ടിക്കാട്ടിയ മന്ത്രി 2030 രാജ്യം ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാനുള്ള പാതയിലാണെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഭൌമ ഇന്റലിജൻസ് ശേഖരണത്തിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ISRO പദ്ധതിയിടുന്നതായി ISRO ചെയർമാൻ എസ് സോമനാഥ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ സംഘടിപ്പിക്കുന്ന വാർഷിക ശാസ്ത്ര സാങ്കേതിക പരിപാടിയായ ടെക് ഫെസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൈനികരുടെ നീക്കം നിരീക്ഷിക്കാൻ ശേഷിയുള്ളവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ സാറ്റലൈറ്റ് വ്യാപ്തി ഇപ്പോഴുള്ളതിന്റെ 10 ഇരട്ടിയാക്കിയാലേ ബഹിരാകാശ രംഗത്ത് നമ്മൾ ലക്ഷ്യമിടുന്ന ഉയരത്തിലെത്താനാകുമെന്ന് സോമനാഥ് പറഞ്ഞു. മാറ്റങ്ങൾ കണ്ടെത്താനുള്ള ഉപഗ്രഹങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തുന്നതും AI സംബന്ധിയായതും ഡാറ്റ അധിഷ്ഠിതമായ സമീപനം കൊണ്ടുവരുന്നതും പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. ദഹ്റ ഗ്ലോബൽ കേസിൽ വധശിക്ഷയ്ക്ക് വിധിച്ച 8 മുൻ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥർക്ക് ശിക്ഷയിൽ ഇളവ് പ്രഖ്യാപിച്ച് ഖത്തർ അപ്പീൽ കോടതി. വധശിക്ഷയിൽ ഇളവ് ലഭിച്ചതായും പുതിയ ശിക്ഷയെ ചൊല്ലിയുള്ള കൃത്യമായ വിവരം ലഭ്യമല്ലെന്നും വിദേശ മന്ത്രാലയം പത്രക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യയുടെ സ്ഥാനപതിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഖത്തറിലെ അപ്പീൽ കോടതിയിൽ ഹാജരായിരുന്നു. വിശദമായ വിധിക്കായി കാത്തിരിക്കുകയാണെന്നും തുടർ നടപടികൾ തീരുമാനിക്കുന്നതിനായി മന്ത്രാലയം നിയമവിദഗ്ധരുമായും കുറ്റാരോപിതരുടെ കുടുംബാംഗങ്ങളുമായും നിരന്തര സമ്പർക്കം പുലർത്തി വരികയാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഖത്തറിലെ സ്വകാര്യ കമ്പനിയായ അൽ ദഹ്റയിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ചാരവൃത്തിക്ക് 8 മുൻ ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ അറസ്റ്റിലാകുന്നത്. 8-ൽ ഒരാൾ മലയാളിയാണ്.
കേരള മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ചടങ്ങിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ചുവരുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കണ്ണൂർ ജില്ലയിൽ ഇന്ന് കൊട്ടിയൂർ, കേളകം പഞ്ചായത്തുകളിൽ എത്തിച്ചേരും. നഗരസഭകളിലെ പര്യടനത്തിൽ രാവിലെ ഇരിട്ടി, ചാവശ്ശേരി ടൌണിലും ഉച്ചയ്ക്ക് മട്ടന്നൂർ ബസ് സ്റ്റാൻഡിനു സമീപവുമാണ് പര്യടനം. മലപ്പുറം ജില്ലയിൽ ഇന്ന് പൊന്മള, ഉതുക്കുങ്ങൽ ഗ്രാമപഞ്ചായത്തുകളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും. കോഴിക്കോട്ടെ യാത്ര മേലടി ബ്ലോക്കിലെ പര്യടനം പൂർത്തിയാക്കി ഇന്ന് വടകര ബ്ലോക്കിലേക്ക് പ്രവേശിക്കും. അഴിയൂർ, ചോറാട് ഗ്രാമപഞ്ചായത്തുകളിൽ പൊതുസമ്മേളനം നടക്കും. 48 ഗ്രാമപഞ്ചായത്തുകളിലൂടെ ഇതിനകം വികസിത് ഭാരത് സങ്കല്പ് യാത്ര കടന്നുപോയി. ജനുവരി 10 വരെയാണ് ഗ്രാമപഞ്ചായത്തുകളിലെ പര്യടനം നടക്കുന്നത്. ഇതിനൊപ്പം നഗരപ്രദേശങ്ങളിലെ പര്യടനവും ഉടൻ ആരംഭിക്കും. വികസിത് ഭാരത് സങ്കല്പ് യാത്ര തിരുവനന്തപുരം ജില്ലയിൽ 1 മാസം പര്യടനം പൂർത്തിയാക്കി. യാത്ര ഇന്നലെ നന്ദിയോട്, പെരിങ്ങമല ഗ്രാമപഞ്ചായത്തുകളിലെത്തി. HLL ലൈഫ് കെയർ ലിമിറ്റഡ്, ഹിന്ദ് ലാബ് സൌജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പാങ്ങോട്, കല്ലറ ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇന്നത്തെ പര്യടനം. ഇന്ത്യക്കെതിരെ 2 മത്സരങ്ങൾ അടങ്ങിയ ഫ്രീഡം ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് വിജയം. ഇന്നിംഗ്സിനും 32 റൺസിനുമാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്കിൽ നടന്ന മത്സരത്തിൽ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 131 റൺസിന് പുറത്താകുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 245ഉം ദക്ഷിണാഫ്രിക്ക 408 റൺസാണ് എടുത്തത്. ഇന്ത്യക്കെതിരായ വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് 6 വിക്കറ്റ് ജയം. ഇന്നലെ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 283 റൺസിന്റെ വിജയലക്ഷ്യം ഓസ്ട്രേലിയ 46.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ മറികടക്കുകയായിരുന്നു. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. തമിഴ്നാട്ടിലെ അന്തരിച്ച DMDK നേതാവും ചലച്ചിത്ര നടനുമായ വിജയകാന്തിന്റെ ഭൌതികദേഹം ഇന്ന് വൈകിട്ട് 4:45 ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിക്കും. ന്യൂമോണിയ മൂലം സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിജയകാന്തിന്റെ വസതിയിലെത്തിയ മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ ആദരാഞ്ജലി അർപ്പിച്ചു. വിജയകാന്തിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ ഇന്ത്യൻ ഊർജ്ജ മേഖല സജ്ജമാണെന്ന് കേന്ദ്ര ഊർജ്ജ മന്ത്രി R.K. സിംഗ്. കഴിഞ്ഞ 9 വർഷത്തിനിടെ വൈദ്യുതിയുടെ ആവശ്യം 70% വർദ്ധിച്ചുവെന്ന് കേന്ദ്രമന്ത്രി സൂചിപ്പിച്ചു. ബംഗളൂരുവിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് നിംഹാൻസ് ക്യാമ്പസിൽ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ വിശ്രം സദൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റൊരു രാജ്യത്തിനും ഇത്രയും ഊർജ്ജ ആവശ്യകത നേരിടേണ്ടി വന്നിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒപ്പം തന്നെ പേപ്പർ വ്യവസായവും അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഫെഡറേഷൻ ഓഫ് പേപ്പർ ട്രേഡേഴ്സ് അസോസിയേഷൻസ് ഇൻ ഇന്ത്യയുടെ 62ാമത് വാർഷിക പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ യുഗത്തിലും പേപ്പർ വ്യവസായം വാഗ്ദാനം ചെയ്യുന്ന ബഹുമുഖ സേവനങ്ങൾ മന്ത്രി ചൂണ്ടിക്കാട്ടി. CRPFന്റെ ഡയറക്ടർ ജനറലായി അനീഷ് ദയാൽ സിംഗിനെ നിയമിച്ചു. നേരത്തെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് തലവനായിരുന്നു അദ്ദേഹം. രാഹുൽ രസഗോത്രയാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ പുതിയ ഡയറക്ടർ ജനറൽ. രസഗോത്ര നിലവിൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ പ്രത്യേക ഡയറക്ടറാണ്. മുതിർന്ന IPS ഓഫീസർ നീന സിംഗിനെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് മേധാവിയായും നിയമിച്ചു. വടക്കൻ ഇസ്രയേലിന് നേരെ വെടിയുതിർക്കുന്നത് നിർത്തിയില്ലെങ്കിൽ സൈന്യം ഇടപെടുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് ഹിസ്ബുള്ളയ്ക്ക് മുന്നറിയിപ്പ് നൽകി. നയതന്ത്ര പരിഹാരത്തിനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഖാൻ യൂനിസിലെ പള്ളിക്കുള്ളിൽ ഹമാസ് നിരീക്ഷണ കേന്ദ്രത്തിലേക്കുള്ള ഒരു തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നു. യുദ്ധം ഏകോപിപ്പിക്കാനും ആയുധങ്ങൾ കൈമാറാനും ഉപയോഗിച്ചതായി അവകാശപ്പെടുന്ന തുരങ്കവും നിരീക്ഷണ കേന്ദ്രവും തങ്ങൾ നശിപ്പിച്ചതായി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അവർ പറഞ്ഞു. കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ ജാതി അടിസ്ഥാനമാക്കി സെൻസസ് നടത്തുമെന്ന് പാർട്ടി നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 139ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് നാഗ്പൂരിൽ നടന്ന റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ അയോധ്യ സന്ദർശിക്കും. 15,700 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിടും. അന്താരാഷ്ട്ര ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ രാജ്യത്തിന്റെ സംസ്കാരത്തിലും വിജ്ഞാന സ്രോതസ്സുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി S. ജയശങ്കർ. തനത് വ്യവസായ മേഖലകളെ ആഗോള വാണിജ്യ രംഗവുമായി ബന്ധിപ്പിക്കുന്നതിന് ഇ-കോമേഴ്സ് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഭൌമ ഇന്റലിജൻസ് ശേഖരണത്തിനായി അടുത്ത 5 വർഷത്തിൽ ISRO 50 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും. കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് കേരളത്തിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.